Hi friends, ഏവർക്കും ഒരിക്കൽ കൂടി യൂണിക് മീഡിയ ഹബ് എന്ന സോഷ്യൽ മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജോബി ആൻ്റണി. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ക്യാമറയാണ് Canon EOS M50 Mark II. ഇതാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കോസ്റ്റ് അറൗണ്ട് 51,000 ആണ്. ഇത് വാങ്ങുമ്പോൾ ഇതോടൊപ്പം SD കാർഡ് അവൈലബിൾ അല്ല. ഇതിൻ്റെ ഒപ്പം വരുന്നത് മെയിനായിട്ട് കണ്ടൻസ് വരുന്നത് ഒന്ന് ഇതിൻ്റെ ബോഡി വരുന്നുണ്ട്, പിന്നെ ഒരു സൂം ലെൻസ് കിറ്റ് വരുന്നുണ്ട്, പിന്നെ സ്ട്രിപ്പ്, ബാറ്ററി ചാർജർ ആൻഡ് ബാറ്ററി പാക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. ഇതിൻ്റെ ഒപ്പം മറ്റൊരു SD കാർഡ് വാങ്ങിയിട്ടുണ്ട്. 64 GB സ്കാൻ ഡിസ്കിൻ്റെ SD കാർഡാണിത്. അപ്പോൾ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം. ഈ ക്യാമറയുടെ പ്രത്യേകത പറയുന്നത്, ഒന്നാമത്തേൽ തന്നെ ഇതിൽ നമുക്ക് വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. 4K റെസൊല്യൂഷൻ വരെ നമുക്ക് ഇതിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ക്ലൗഡ് സ്റ്റോറേജ്, സ്മാർട്ട് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്, ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. ഒരു വളരെ ചെറിയ ഡീറ്റെയിൽസാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയും ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്തു. ക്യാമറയുടെ ഉള്ളിലത്തെ കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് വെൽക്കം കിറ്റാണ്. നമ്മുടെ ഗൂഗിൾ ഫോട്ടോ, ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ തന്നെ അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ്, അതിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫുൾ കാറ്റലോഗ് വന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ ആണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ ഇതിൻ്റെ മറ്റൊരു വാറണ്ടി കാർഡ് ഇതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. പിന്നെ മറ്റൊരു ഡീറ്റെയിൽസും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം ആദ്യം തന്നെ. സ്ട്രിപ്പ് വന്നിട്ടുണ്ട്, ഹാങ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മാറ്റി വയ്ക്കാം. പിന്നെ ഇതാണ് ലെൻസ് വരുന്നത്. ഒരു ലെൻസ് വന്നിട്ടുണ്ട്. പിന്നെ ബാറ്ററി വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, ബാറ്ററി ചാർജർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ചാർജിങ് അഡോപ്റ്റർ, പിന്നെ ക്യാമറ ബോഡി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, അവർ ബാഗ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതൊരു ചെറിയൊരു എന്താ പറയുക, മോശമായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഒറ്റ നോട്ടത്തിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വ്യൂവർ നമുക്ക് പൊസിഷൻ മാറ്റാം. അപ്പോൾ വ്ളോഗിങ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിങ്ങനെ വയ്ക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇതിൽ വരുന്നത് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനുള്ളത് ഇവിടെയാണ് ക്ലിപ്സ് വരുന്നത്. പിന്നെ വരുന്നത് ഫ്രണ്ട് പാനലിൽ വരുന്നത് നമുക്ക് ലെൻസ് വയ്ക്കാം. ഇതോടൊപ്പം വരുന്നത് ലെൻസ് എന്ന് പറയുന്നത് ഒരു ബേസിക് ലെൻസാണിത്. 15-45 mm ഇമേജ് സ്റ്റെബിലൈസറുള്ള
ലെൻസാണ്. ഇത് ബാക്ക് സൈഡായിട്ട് വരും. ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ഒരു വൈറ്റ് മാർക്ക് ഉണ്ട് കണ്ടോ. ഈ വൈറ്റ് മാർക്കും ഈ ബോഡിയുമേ വൈറ്റ് മാർക്ക് ഉണ്ട്. ഇത് രണ്ടും വെച്ചതിന് ശേഷം ലോക്കായി. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാം. വളരെ ഹാൻഡിയാണിത്. വളരെ ചെറിയൊരു ക്യാമറയാണ്. നമുക്ക് അങ്ങനെ ഒരു ഹെവി ഫീലിങ്സ് ഒന്നുമില്ല. ബ്ലോഗിങ്ങിന് നമുക്കിത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ബ്ലോഗിങ്ങിന് നല്ല രീതിയിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി എന്തായാലും ഇത് ചാർജ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാറ്ററി സെറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ SD കാർഡ് ഇതിൻ്റെ ഒപ്പം വരുന്നതല്ല, വേറെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ഇത് SD കാർഡിന് ഏകദേശം കോസ്റ്റ് വരുന്നത് 1625. ഓൺലൈനിലാവുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു, ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് 1800 സംതിങ് ആണ്. വരുന്നത്. ഇനി നമുക്കിത് ഇൻസെർട്ട് ചെയ്യാം. ഇൻസെർട്ട് ചെയ്യുന്നത് പൊസിഷൻ ഇങ്ങനെ തന്നെയാണോ എന്നൊരു സംശയമുണ്ട്. യെസ്, ലോക്കായി. അതിനുശേഷം ഇനി ചാർജിന് വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, Canon EOS M50 Mark II എന്ന് പറയുന്ന ക്യാമറയുടെ അൺബോക്സിംഗ് ആണ് നമ്മൾ കണ്ടത്. റിവ്യൂ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഇത്തരം ക്യാമറാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക. ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവുമായ സൈഡ് നിങ്ങൾ അറിയിച്ചാൽ വളരെ നന്നായിരിക്കും. ആദ്യമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്യാമറയുടെ അൺബോക്സിങ് നമ്മൾ ചെയ്യുന്നത്. ഈ ക്യാമറയെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ പ്രസൻസ് ഫേസ്ബുക്ക്,
ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പേജുകളിലും ഉണ്ട്, അത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ജോബി ആൻ്റണി.